ഈ ഡ്രസ്സ് പെരുന്നാൾക്കോടിയായിട്ട് ഞാനും ചിന്നും കൂടി എടുത്തതാണ് കേട്ടോ. അന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സെയിം മോഡൽ സെയിം കളർ തന്നെയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും എടുത്തത്. പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ ഒരു കസിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അതിന് ഒരുമിച്ച് ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷേ എന്നൊക്കെ ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കണോ അന്നൊന്നും ഞങ്ങൾക്ക് കല്യാണം കൂടാൻ പറ്റിയിട്ടില്ല. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഒരു ചുരിദാർ സെറ്റ് ആട്ടോ, അത് അവളൊരു പീച്ച് കളർ ഞാനൊരു യെല്ലോ കളറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്നും എനിക്ക് കല്യാണം കൂടാൻ പറ്റിയില്ല, അവളൊറ്റയ്ക്ക് പോയി കൂടി. ഇതും അതുപോലെ തന്നെ, കാരണം ആ കല്യാണത്തിന് മുമ്പേ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവളവിടെ പോയി കല്യാണമൊക്കെ കൂടി സെറ്റായി. പിന്നെ ഇന്നാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇടുന്നത്. നമുക്കിവിടെ ഇന്നൊരു കല്യാണമുണ്ട്, നമ്മുടെ സന്തോഷ് ചേട്ടൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ മാലക്കല്ല് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ പണികളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് മേക്കപ്പൊക്കെ സെറ്റ് ചെയ്ത് കുട്ടികളൊക്കെ ഒരുക്കി നമ്മളിത് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരും ശരിക്കും പെരുന്നാൾക്കോടി തന്നെയാണ് കേട്ടോ കല്യാണത്തിന് ഇട്ടത്. ഇത് ഞാൻ ഇക്കാകെ എടുത്ത് കൊടുത്തതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മോഡൽ ഡ്രസ്സൊക്കെ ഇടുന്നത്. പിന്നെ അഫീയുടെ അതുപോലെ തന്നെ നിധിക്കുട്ടിയുടെ ഒക്കെ പെരുന്നാൾക്കോടിയാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സന്തോഷേട്ടൻ. ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയം മുതൽ ഇക്ക പറഞ്ഞ് ഒത്തിരി കേട്ടിട്ടുണ്ട് കേട്ടോ സന്തോഷേട്ടനെ കുറിച്ചും ലതേശിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അവരുടെ ഫാമിലി ആയിട്ട്. ഞാൻ ഒരിക്കൽ സന്തോഷേട്ടൻ്റെ ബർത്ത്ഡേക്കാന്ന് തോന്നുന്നു അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ വ്ളോഗൊക്കെ അന്ന്, അതെനിക്ക് തോന്നുന്നു 2-3 വർഷം മുമ്പാന്ന് തോന്നുന്നു കേട്ടോ. അന്ന് 2-3 വർഷമല്ല, അതിനു മുമ്പേ ആണ് അന്ന് വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറി നിൽക്കുന്ന കേട്ടോ. കുറച്ച് തിരക്കുണ്ടായിരുന്നു അവിടെ. പിന്നെ അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു, അവർക്ക് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ബസ്സിലേക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കല്യാണത്തിനുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീല് കാര്യങ്ങളൊക്കെ കാണുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് നമ്മുടെ അടുത്ത് വർത്താനം പറയും, ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷമായി അതൊക്കെ കണ്ടപ്പോൾ. പിന്നെ ഞങ്ങളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടൊരു വിശപ്പ് എന്ന് പറയാനുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ നിധിക്കുട്ടിക്ക് ഇപ്പം എവിടെ പോയാലും അവൾക്ക് അവളുടേതായിട്ടുള്ള പാത്രം അല്ലെങ്കിൽ ഇല വേണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടേതായിട്ടുള്ള പാത്രം വേണം. വാരി കൊടുക്കാമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ സമ്മതിക്കില്ല. അവളായിട്ട് തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട് ഒരു കണക്കിന്. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുമുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ പുറത്തിറങ്ങി അഫിയും നിധിയൊക്കെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബസ്സിലെ സുഹൃത്തുക്കളെയൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നിധിക്കുട്ടി എത്രാമത്തെ ഐസ്ക്രീമാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവൾ കഴിച്ച് തീരുന്ന മുമ്പ് തന്നെ ആരെങ്കിലും അടുത്തത് കൊണ്ടേ കൊടുക്കും. അങ്ങനെ അത്യാവശ്യം ഐസ്ക്രീമൊക്കെ ആൾ കഴിക്കുന്നുണ്ടായിരുന്നു. ഇനി പിന്നെ ഡ്രസ്സിലൊക്കെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ആ പരിപാടി നിർത്തിയിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്കും നദിയേക്കൊന്നൊരു ഡാൻസ് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ അവളുടെ അടുത്ത് പോയി അവളെയും കൂട്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അത് ഓൾറെഡി ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.